ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ കുഞ്ഞു ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇന്ന് നമുക്കൊരു റവയുടെ വടയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇത് 1.5 ഗ്ലാസ് വെള്ളം, നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കണം. ഇത് 3/4 ഗ്ലാസ് റവ ആയതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ്സാണ് വെള്ളം എടുത്തത്. അത് നിങ്ങൾ 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ. വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം നമുക്ക് റവ അതിലിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നമുക്കൊന്ന് അത് വറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ എളുപ്പമായ റെസിപ്പിയാണ്. അങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് വറ്റി വരുമല്ലോ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ റവ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് റെഡിയായി വരും. എന്നിട്ട് നമുക്ക് അതിന്ന് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചെറുതായി പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കുക, ഇത് ഒന്ന് ഇളക്കി നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കുക. ഇത് ചൂടാറിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കുഴച്ചെടുത്ത ശേഷം നമ്മൾ പൊടികളൊന്നും ഇതിൽ വേറെ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ എടുത്ത് നന്നായിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരിത്തിരി ഓയിൽ തടവിയിട്ട് നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ആ കുഴച്ചെടുത്തിട്ട് നമുക്ക് നല്ല വടൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ പൊരിച്ച് എടുക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മൊരിഞ്ഞ വട, നമ്മളെ ഉഴുന്ന വട മാറി നിൽക്കും, അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് വടൻ്റെ, പിന്നെ എല്ലാവർക്കും അറിയുന്നല്ല, വടൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കി ഒരു ഹോൾ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കും, കയ്യിലൊട്ടി പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇതേപോലെ വേഗം നമുക്ക് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ച് നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം കേട്ടോ. എണ്ണ ചൂടായ ശേഷം ഓയിലാണ്, സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്കിതുപോലെ തിളച്ച എണ്ണയിലിട്ടിട്ട് നല്ലോണം തിരിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കിത് പൊരിച്ച് കോരിയെടുക്കാം. ഇതിലേക്കൊരു ചട്നിയും കൂടിയുണ്ട്. അത് സ്പെഷ്യലായിട്ടൊന്നുമല്ല, നമ്മൾ പുതിനയും മല്ലിയിലയും പച്ചമുളകും കരിവേപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങ നീരും ഒരു നാരങ്ങയുടെ അല്ല കേട്ടോ, അതിലേക്കുള്ള ആവശ്യത്തിനുള്ള നീര് ചേർത്താൽ മതി. നമ്മൾ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച്, കുറച്ചാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കെന്താക്കാം, അത് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. വെറും പുതിന മല്ലിയിലയും മാത്രമല്ല, കരിവേപ്പ് മാത്രമല്ല, ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചട്നി എടുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ധൈര്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളി. എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.